ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് 2014 പുറത്തിറങ്ങിയിട്ടുള്ള ഡെഡ്പൂൾ എന്ന മൂവിയാണ്. ഇതൊരു സൂപ്പർ മൂവി മാത്രമല്ല, ഇതൊരു സൂപ്പർ സൈക്കോ മൂവി കൂടിയാണ്. കാരണം ഡെഡ്പൂളിനാണെങ്കിൽ കുറെ യൂണിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അവൻ എങ്ങനെയാണ് ഇത്ര ഫാൻസ് കിട്ടിയത്, എങ്ങനെയാണ് ഡെഡ്പൂൾ ഇത്ര യൂണിക് ആയി മാറിയത്, അവനെ ആരാണ് ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയത്, ഇതെല്ലാം പറയുന്നതിനൊപ്പം തന്നെ അവനെ സൂപ്പർ ഹീറോ ആക്കിയ ആളിനെ തേടി പിടിച്ച് കണ്ടെത്തി കൊല്ലുക എന്നതാണ് ഡെഡ്പൂളിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഡെഡ്പൂൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? ഇതാണെങ്കിൽ ഒരു വശം, ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ഹൃദയം മുറിഞ്ഞു പോകുന്ന ദുരിത കഥയും കൂടി ഡെഡ്പൂളിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ ഇതെല്ലാം കാണിച്ചു വരുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ് ഡെഡ്പൂൾ. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലോട്ട് പോവാം. സിനിമയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകളൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഒരു ടാക്സി കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ടാണ്. ആ ഒരു ടാക്സി കാർ ഓടിക്കുന്ന ഡ്രൈവർ ആണെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണ്. അവന്റെ പേര് ഡോപ്പിൻഡർ. അവനോട് ഇങ്ങനെ കുശല വർത്താനൊക്കെ പറഞ്ഞ സമയത്ത് എന്തുണ്ട് അനിയ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, എന്ത് പറയാനാണ്, എനിക്കാണെങ്കിൽ നാട്ടില് ഒരു പെൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ പേര് ഗീത എന്നാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ എന്നെക്കാൾ സൗന്ദര്യമുള്ള ഒരു കസിൻ ഉണ്ട്. ആ ചെറ്റ അവളെ കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്കും, ഡേയ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സ്നേഹം എന്ന് പറഞ്ഞാലേ ഭയങ്കര വലിയ സംഭവമാണ്. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി നീ ജീവൻ കൊടുക്കാൻ തയ്യാറാകണം. നീ അവനെ അങ്ങ് തട്ടിയിരടാ, അവനെ അങ്ങ് തട്ടിയിട്ട് നീ അവളോട് സുഖമായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഡോപ്പീറ്ററുമായിട്ട് ചെങ്ങാത്തും കൊണ്ട് ഡെഡ്പൂളിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഡോപ്പീറ്റർ ചോദിക്കുന്നുണ്ട്, അണ്ണ നിങ്ങൾ എങ്ങോട്ടാണ് രാവിലെ കെട്ടി ഒരുക്കൊണ്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്? എനിക്ക് ചെറിയൊരു കണക്ക് തീർക്കാനുണ്ട്, ഒരു 3-3.5 കൊല്ലത്തെ ഒരു കണക്കാണത്. ഡാ നീ എന്റെ മോൻ കണ്ടില്ലേ, കണ്ടിട്ട് ഷാറുഖ് ഖാനെ പോലല്ലേ? ഡാ എന്നെ ഷാറുഖ് ഖാൻ ആക്കിയ ഒരുത്തനുണ്ട്, അവനെ കണ്ടുപിടിച്ചിട്ട് 2 വെടിയും പോയും കൊടുത്തിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോ വലിയൊരു ഡ്രഗ് ഡീലർ ആണ്. അങ്ങനെ വലിയൊരു ഹെലികോപ്റ്റർ 2 പേര് വന്നിട്ട് സാധനം എപ്പോൾ കിട്ടും ചോദിക്കുമ്പോഴത്തേക്കും സാധനമൊക്കെ വഴി വന്നിടും, നീ ഒരുപാട് ഷോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ ഒറ്റക്കയിൽ പൊക്കിയെടുത്ത് ഗത്തി കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ, വെട്ട്, കുത്ത്, അടി, ഇതൊക്കെയാണ്. ഇവന്റെ പേരാണ് വേഡ് വിൽസൺ. ഇവനെ നമുക്ക് വേഡ് എന്ന് വിളിക്കാം. അതിനുശേഷം പ്രസന്റിലേക്ക് വരുന്നു. അനിയ പതുക്കെ വിടും ചവിട്ടിക്ക്, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായിരിക്കുന്നു. അണ്ണ $25 ആയി കേട്ടോ. എന്ത് $25? എടാ ചെറുക്ക സ്നേഹോടെ വലുതെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൈ കൊടുത്തിട്ട് ഡെഡ്പൂൾ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ ആണെങ്കിൽ FM റേഡിയോയിൽ നല്ല കുത്തു പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അവന്റെ പടവും വരയ്ക്കുന്നുണ്ട്. പിന്നെ വേറൊരുത്തന് വേണം, അവന്റെ പേരാണെങ്കിൽ ഫ്രാൻസിസ്. മോനെ ഫ്രാൻസിസെ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വന്നിട്ട് വേണം നിന്നെ എനിക്ക് കൊന്നിട്ട് പോവാന്. വെയിലൊന്നും കൊണ്ടിരിക്കാൻ വയ്യയുടെ മൂത്ത്, നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ദൂരോട്ട് നോക്കുമ്പോൾ കുറെ വണ്ടികൾ വരുന്നുണ്ട്. ആഹാ, മോന് എത്തിപ്പോയല്ലോ, ദാ ചേട്ടാ എത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ മുകളിൽ നിന്ന് എടുത്ത് ഒറ്റ ചാട്ടം. അവൻ നേരെ വന്ന് ചാടിയത് ആ ഒരു കാറിന്റെ മുകളിലേക്കായിരുന്നു. കാറിന്റെ തകർത്ത് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാറിന് ഗ്രിപ്പ് പോയിട്ട് കാർ ഒരു സ്ഥലത്ത് പോയി മാറിയും. അതിനുശേഷം അടുത്ത കാറിലേക്ക് ചാടി കയറിയിട്ട് അതിന്റെ ബാക്കിൽ ഇരുന്നവന്മാരെല്ലാം എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. അവന്മാരെ ഇടിച്ച് പരുവാക്കുകയാണ്, മൂക്കിന്റെ പാലൊക്കെ ഇടിച്ച് തകർക്കുന്നുണ്ട്. ഇതേസമയം ഡെഡ്പൂളിനും തിരിച്ച് കിട്ടുന്നുണ്ട്. എന്നാൽ ഡെഡ്പൂളിന് എവിടെ ഏക്കാനാ? ഇതേസമയം ബാക്കിലാണെങ്കിൽ ഒരുത്തൻ ബൈക്ക് വരുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡെഡ്പൂൾ ആണെങ്കിൽ കാറിന്റെ ആക്സിലേറ്റർ നല്ലപോലെ ചവിട്ടി വിടുന്നുണ്ട്. ആ സമയത്ത് കാർ ഉണ്ടായിരുന്ന ഒരുത്തിന്റെ മുഖത്താണെങ്കിൽ ലാമ്പെടുത്ത് എത്തിച്ച് പൊള്ളിക്കുന്നുണ്ട്. ആ സമയത്ത് കാറിന്റെ ബാലൻസ് തെറ്റിയിട്ട് കാർ ഒരു സ്ഥലത്ത് പോയി ഇടിച്ചിട്ട് കാർ മറിയും. ആ സമയത്ത് എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചിട്ടേന്ന് പറഞ്ഞിട്ട് അതിനുള്ളവന്മാരാണെങ്കിൽ പല വഴിക്ക് ഓടും. ഡെഡ്പൂൾ ആണെങ്കിൽ നല്ല കൂളായിട്ട് ആ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്, നല്ല സ്റ്റൈലൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ ആണെങ്കിൽ ആകെ ബ്ലോക്ക് ആയി കഴിഞ്ഞു. ഇനി വണ്ടി എന്തായാലും പോകാൻ പറ്റില്ല. ആ സമയത്ത് അണ്ണൻ എന്താ വരുന്നു പറഞ്ഞിട്ട് ഡെഡ്പൂൾ ആണെങ്കിൽ ആ വണ്ടിയും ചാടി ഇറങ്ങും. ഈ സമയത്ത് ടിവിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട് അവിടെ ആക്സിഡന്റ് ആയതും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു തടിയനും അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണും ഇത് നമ്മൾ തടഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവന്റെ പേരാണ് കൊളസസ്. അവന്റെ കൂടെ ഉള്ളത് അവന്റെ ട്രെയിനി ആയിട്ടുള്ള മെഗാസോണിക് ആണ്. ഇവർ രണ്ടുപേരും സൂപ്പർ ഹീറോസ് ആണ്. എക്സ്പാൻഡ് ക്രൂവിൽ വരുന്ന മെമ്പേഴ്സ് ആണ്. എക്സ്മാൻ ഇവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അതിനെപ്പറ്റി ഇവർ പറയുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ഡെഡ്പൂളിന്റെ ഒരു അന്യായ ഫൈറ്റ് സീനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അവനാണെങ്കിൽ ഒരു കാറിന്റെ പുറകെ വിളിച്ചു നിന്നിട്ട് 2 കൈയും പൊക്കി കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആകെ 12 ബുള്ളറ്റേ ഉള്ളൂ, എല്ലാവരും ഒന്ന് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വലായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവന്മാരാണെങ്കിൽ ആദ്യം കഥ കേൾക്കുമ്പോൾ ഒന്ന് നിൽക്കുമെങ്കിലും പിന്നീട് അവന്മാരൊന്നും നോക്കുന്നില്ല, ചറപരങ്ങ് വെടിവെക്കുകയാണ്. ഡെഡ്പൂൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ദൂരെ നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്ക് വന്നവനാണെങ്കിൽ ഡെഡ്പൂളിനിട്ടൊരു വെടിയും വെക്കുന്നുണ്ട്. ആ ബുള്ളറ്റ് ആണെങ്കിൽ ഇവന്റെ കൈക്കത്തോട് കയറിപ്പോയി. ഇതാണ് ഡെഡ്പൂളിന്റെ സൂപ്പർ പവർ. അവൻ എന്ത് മുറിവ് വന്നാലും അത് തന്നെ ഹീലായി മാറി അത് സെറ്റ് ആവും. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ ഇനി മര്യാദ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ബൈക്കിൽ പോയി തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ അത് ജസ്റ്റ് മിസ് ആവുന്നു. ഷോ ഞാൻ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ ചാടി കറങ്ങി വന്നിട്ട് ഫസ്റ്റ് ഷോട്ട് തന്നെ എടുത്ത് തലക്കിട്ട് കൊടുക്കുകയാണ്. ഡെഡ്പൂൾ വേറെ ലെവൽ സൂപ്പർ ഹീറോ ആണ്. ഇടയ്ക്കൊക്കെ സൈക്കോത്തരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവന്റെ സ്റ്റണ്ട് ഫൈറ്റും ഒക്കെ വേറെ ലെവലാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാത്തിനെയും ഡെഡ്പൂൾ വളരെ ക്യൂരിയസ് ആയിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരുത്തൻ നേരെ വന്നിട്ട് ആളാണെങ്കിൽ ഒറ്റയ്ക്ക് നേരിട്ട് വന്നിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ തന്നെ ഡെഡ്പൂൾ ആണെങ്കിൽ അവന്റെ തോളത്തുള്ള ആ ഒരു വാളെടുത്ത് ഇവന്റെ വയറ്റിലേക്ക് കുത്തി കയറ്റുന്നുണ്ട്. എന്നിട്ട് അവനെ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി മുകളിലേക്ക് എടുക്കുകയാണ്. വെല്ലു വിളിക്കുമ്പോൾ ആരെയാണ് എന്താണ് വിളിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വരണ്ടേ മോനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ കൊരുത്തി തൂക്കിയിട്ട് ദൂരെ കയറുകയാണ്. അങ്ങനെ 2-3 പേരെയും കൂടി അടുപ്പിച്ച് ഷൂട്ട് ചെയ്ത് കൊന്നു തള്ളുകയാണ്. അതിനുശേഷം ഒരു വീഡിയോ കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു പിസ്സ ഡെലിവറി ബോയ് വന്നിട്ടുണ്ട്. ഹേയ് സാർ, പിസ്സ ഡെലിവറി ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ വിൽസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് വേടിന്റെ വീടൊന്നുമല്ല, വേടാണെങ്കിൽ ഒരു കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് വന്നതാ. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, മോനെ പിസ്സ ഡെലിവറി ബോയ്, നീ ഭയങ്കര സുന്ദരനാണല്ലോ, നീ ഒരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതും അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട്. അത് അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും നീ അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നു പറഞ്ഞ് വെല്ലുവിളിച്ച് അവളുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ. മോനെ കുട്ട, പറയുന്ന കാര്യം മര്യാദ കേട്ടോ. ഇനി നിന്റെ ദൃഷ്ടിയെങ്കിലും അവളുടെ അടുത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു താത്തിക്കളയും. ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കത്തില്ല,
മനസ്സിലായോടാ, ഇനി ഞാൻ അവളെ കാണുന്ന സമയത്ത് ഇനി അവൾ എന്നോട് ഒരു പരാതി പോലും പറയാൻ പാടില്ല, നിന്റെ ദൃഷ്ടി പോലും അവളുടെ മേലെ പതിയാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇപ്പൊ കൊട്ടായി കൊടുത്ത പെൺകുട്ടിയാണെങ്കിൽ അവൻ കാണാൻ പോവുകയാണ്. മോളെ, നിന്റെ കാര്യം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, തെളിവിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അവന്റെ ശല്യം നിനക്ക് ഉണ്ടാവത്തില്ലെന്ന് പറയുമ്പോൾ അവൾ ഭയങ്കര ഇംപ്രസ് ആയിട്ട്, ചേട്ടാ ഇന്ന് എന്റെ കൂടെ പാർട്ടിക്ക് വരും ചോദിക്കുമ്പോൾ, മോളെ എനിക്ക് അടി പിടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ചേട്ടൻ പോവാ, മോള് നന്നായിട്ട് എൻജോയ് എന്ന് പറഞ്ഞിട്ട് വേട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഒരു ബാറാണ്. ഈ ബാർ ഇരിക്കുന്ന കണ്ണട വെച്ച് ചെറുപ്പക്കാരന്റെ പേരാണ് വീസൽ. ഇവനാണെങ്കിൽ വേടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവൻ എല്ലാ കാര്യങ്ങളും അവനോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് ആരൊക്കെ കൊന്നു ചോദിക്കുമ്പോൾ ഇന്ന് ആരും കൊന്നില്ലടാ, ഇന്നൊരു പയ്യനെ കൊല്ലണ്ടേ ആയിരുന്നു, അവനെ ഞാൻ നൈസായിട്ട് വരട്ടിയൊക്കെ വിട്ടു. എടാ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ, നിനക്ക് കല്യാണമൊക്കെ കഴിക്കണ്ടേ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പിലായിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ബാറിൽ ഭയങ്കര വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. ആ ഒരു ഫൈറ്റിന് പിന്നെ ഒരു ഗെയിം ഉണ്ട്. ആ ഒരു ഗെയിമിന്റെ പേരാണ് ഡെഡ് പൂൾ. ഈ ഒരു ഗെയിമിൽ നമുക്ക് ആരുടെ പേരിൽ വേണമെങ്കിലും വെട്ടി വെക്കാം. ആ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് കെട്ടിവെച്ചിട്ടുള്ള പൈസ എല്ലാം തന്നെ കിട്ടും. ഈ സമയത്ത് വീസിൽ പറയുന്നുണ്ട് ഞാൻ നിന്റെ പേരിൽ വെട്ടിവെച്ചെന്ന്. ആ സമയത്ത് വേട് പറയുന്നുണ്ട് മോനെ നീ നല്ല കൂട്ടുകാരനാടാ. അങ്ങനെ കുറെ വർത്താനങ്ങൾ പറയുന്നുണ്ട്. മോനെ വീസലെ എനിക്ക് കുറച്ച് ദൂരത്തേക്ക് പോകാനുണ്ട്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ലൈഫ് സൂപ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഒരു വലിയ തടിയനാണെങ്കിൽ ആ പെൺകുട്ടി തട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വേടാണെങ്കിൽ ആ തടിയനെ പിടിച്ച് നിർത്തിയിട്ട് എടാ തടിയെ നിനക്ക് പെൺകുട്ടികളുടെ മര്യാദ പെരുമാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ കയറിയിട്ട് അവൻ സെൻട്രൽ ബോൾട്ടിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ് മോനെ നിന്റെ സെൻട്രൽ ബോൾട്ട് ഞാൻ ഊരിയെടുക്കും, പെണ്ണുങ്ങളോട് വെളച്ചിലെടുക്കല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നെ അങ്ങ് വിട്ട് കളയണമെന്ന് പറയുമ്പോഴത്തേക്കും അവൾ അവനെ വിടുന്നുണ്ട്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇവളോടാണെങ്കിൽ ഇവന്റെ ഒരു ഇംപ്രഷൻ തോന്നുന്നുണ്ട്. മോളെ നിന്നെ ഡേറ്റ് ചെയ്യാൻ എത്ര റേറ്റ് ആണ് ചോദിക്കുമ്പോൾ $175 എന്ന് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 36 മിനിറ്റ് ഡേറ്റ് ചെയ്യാൻ സമയം തരാം എന്ന് പറയുന്നുണ്ട്. ഡെഡ് പൂൾ ആണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരോടി ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു ഡേറ്റിൽ അവൾ അകെ ഞെട്ടി പോവുകയാണ്. കാരണം ഇവളെ ആരെങ്കിലും ഡേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇവന്റെ ഒപ്പം പോയപ്പോഴത്തേക്കും അവൻ പോകുന്ന വഴിക്ക് നല്ല ഫുഡുകൾ കഴിക്കുക, ഇവൾക്കാണെങ്കിൽ നല്ല ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, നിനക്ക് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓ എനിക്ക് 2 മിനിറ്റ് മതിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവളാകെ ഞെട്ടി പോകുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ 2 മിനിറ്റിൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും നല്ല രീതിയിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്കാണെങ്കിൽ ഇവനോട് ഭയങ്കര ഒരു താല്പര്യം വന്നിട്ടുണ്ട്. സമയത്തിന്റെ ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടും അവന് കുറച്ച് സമയം കൂടി അവൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധം മുന്നോട്ട് പോയ സമയത്ത് അത് നല്ലൊരു പ്രണയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പ്രണയിച്ച് അവരുടെ ജീവിതം ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം സ്വർഗം പോലെയായിരുന്നു അവർക്ക്, കാത്തിരുന്ന് കിട്ടിയ ഒരു ജീവിതം പോലെയായിരുന്നു അവരുടെ ലൈഫ്. അങ്ങനെ അവരുടെ പ്രണയം സക്സസ്ഫുൾ ആയി. ഇപ്പോൾ ഇവനാണെങ്കിൽ കുറച്ച് ഒതുങ്ങിയിട്ടുമുണ്ട്. ഇവനാണെങ്കിൽ മറ്റേ മൈക്കുവരുന്ന ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ വലുതായിട്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫാമിലി ലൈഫ് മുന്നോട്ട് പോകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ എല്ലാം തൊളിച്ചുകൊണ്ട് ഒരു ക്യാൻസർ രൂപാന്തരപ്പെടുകയാണ്. അതും വേടിന്റെ ലങ്സിനകത്ത്. ഡോക്ടർമാർ പറയുന്നത് ഈ ഒരു രോഗത്തിന് ഒരു മരുന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. ഇനി ഒരു 6 മാസം കാലം കൂടി നീ കഷ്ടിച്ച് ജീവിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വെനേസ ആണെങ്കിൽ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വേടാണെങ്കിൽ വെനേസിനെ ആദ്യമായിട്ട് കാണുന്നതിന്റെ തൊട്ട് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വേടിന്റെ കണ്ണാണെങ്കിൽ ഒരുപാട് നിറഞ്ഞുപോയി. ഇനി ഇവളുടെ ഒപ്പം മുന്നോട്ട് ഇവന് ജീവിക്കാൻ പറ്റില്ലല്ലോ, ഇവന്റെ ജീവിതം നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫ്ലാഷ് ബാക്ക് കട്ടാവുകയാണ്. ഇപ്പൊ കാണിക്കുന്ന പറഞ്ഞാൽ മറ്റേ പ്രസന്റിലെ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ അതാണ്. അങ്ങനെ അവിടെ ഉള്ളവന്മാരെല്ലാം തന്നെ കൊന്നു തള്ളിയിട്ട് അവൻ പറയുന്നുണ്ട് മോനെ എന്റെ ഫ്രാൻസ് കുട്ടിനെ കാണുന്നില്ലല്ലോ, എന്റെ ഫ്രാൻസ് കൂട്ടൻ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫ്രാൻസ് കൂട്ട ഒളിച്ചിരിക്കാതെ വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുത്തനാണെങ്കിൽ ബൈക്കിൽ അവനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്ന കാണാം. അങ്ങനെ ഡെഡ് പൂൾ പിന്നാലെ പോയിട്ട് അവന്റെ വാളെടുത്ത ബൈക്കിലേക്ക് എറിയുന്ന സമയത്ത് ആ ബൈക്കിൽ ടയറിൽ അത് കുരുങ്ങിയിട്ട് ആ ബൈക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ ബൈക്കിൽ വീഴുന്നവന് തെറിച്ച് വന്ന് വീഴുന്നുണ്ട്. ആ സമയത്ത് ഡെഡ് പൂൾ ഓടി വന്നിട്ട് എടാ മുട്ടത്തലേന്ന് പറഞ്ഞിട്ട് അവനെ കിട്ടൊരു ചവിട്ടം കൊടുക്കുകയാണ്. എടാ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത്, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, എന്റെ കൈ കലൊക്കെ വെട്ടി മുറിച്ച് കളയണ്ടായോ എന്നും പറഞ്ഞിട്ട് അവന് പെടാപ്പാട് പെടുത്തുന്നുണ്ട്. ഇതേ സമയം അവൻ പറയുകയാണ് മോനെ നീ എന്നെ ഇത്രയൊക്കെ തല്ലിയില്ലോ, ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണ്ടായോ, ഇതാ എന്റെ മുഖം നോക്ക്, ഷാറുഖ് ഖാനെ പോലെ എന്നെ നീ അയില് വിക്രമനെ കൂട്ടാക്കില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് മഹാഭാവി നീ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ സൂപ്പർ ഹീറോ ആക്കാൻ പോകുന്നു പറഞ്ഞിട്ട് നീ എന്നെ കൊണ്ട് നശിപ്പിച്ചില്ലേ, ഓ നീ ആയിരുന്നു, പിന്നെ ഞാനല്ലാണ്ട് ആരാ, നിന്നെ ഞാൻ കൊല്ലാതെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ, എന്റെ രൂപം മാറ്റി തരണമെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ എന്നെ കൊല്ലത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ, പിന്നെ എന്തിനാണ് മോനെ ഇത്ര ഷോ ഓഫ് ഉണ്ടായാലോ. ഓക്കെ അപ്പൊ വേട് പറയാണ് നിന്നെ കൊന്നില്ലെങ്കിലും എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ കഴിയുമല്ലോ. എടാ മണ്ട നിനക്ക് അറിയത്തില്ല, ഞാൻ മ്യൂട്ടേഷൻ ചെയ്തപ്പോൾ എനിക്ക് പവർ കിട്ടിയതാണ്, അതുകൊണ്ട് എനിക്ക് തുള്ളി വേദന പോലും അറിയത്തില്ല, പിന്നെ നീ എന്ത് കുന്തത്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുകയാണ്. നമ്മുടെ വേടിനെയും വെനേസയാണ് കാണിക്കുന്നത്. വേട് പറയുന്ന വാക്കുകളെല്ലാം തന്നെ ആറാൻ പറ്റുന്ന വാക്കുകളാണ്. അവൻ പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും, ഞാൻ ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കും പോകുന്നത്, കാരണം ഞാൻ അത്രക്കുള്ള ക്രൂരതകളൊക്കെ കാണിച്ചിട്ടുണ്ട്, പുഴുത്തുപിടുത്ത് ചാവുന്നതൊക്കെ എന്ത് ഗതിയുടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോനെ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, എല്ലാ കാര്യവും നിന്റെ കൂടെ ഞാനുണ്ടാ എന്നൊക്കെ പറഞ്ഞ് വെനേസ അവനെ ചേർത്ത് പിടിക്കുകയാണ്. അന്ന് രാത്രി അവൻ ബാറിലേക്ക് വരികയാണ്. അവിടെ അവന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെ കുടിച്ച് നശിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ, പുണ്യമുള്ള സേവിക്കട്ടെ, അപ്പൊ എനിക്ക് 6 മാസം കൂടി നീട്ടി കിട്ടുമോ, അളിയാ നിന്നെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. ഇതേ സമയം അവന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാളാണെങ്കിൽ അവന്റെ ഒരു കാർഡ് കൊടുത്തിരുന്നു. വേട് നേരെ പോയി അടുത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് വേട് എനിക്കറിയാം നിനക്ക് ക്യാൻസർ എന്നുള്ള കാര്യം, ഞാനൊരു സന്മാർഗ പ്രവർത്തനാണ്, ഇതുപോലെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്നതാണ് എന്റെ ജോലി, അതിന് വേണ്ടിയുള്ള രീതികളിൽ അസുഖങ്ങൾ മാറ്റി കൊടുക്കുക, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക, അതാണ് എന്റെ ജോലി. നിന്റെ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്, അതിനൊരു പരീക്ഷണമുണ്ട്, അങ്ങനെ ആരും അറിയാതെ നീ ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വേട് പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇന്നത് എന്തോ ഉഴായിപ്പുണ്ടല്ലോ, എനിക്കൊന്നും വയ്യ, ഇനി ഞാൻ ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് പണ്ടാരടങ്ങി ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം, ഇപ്പൊ എന്തായാലും നീ ഇവിടുന്ന് പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര വലിയ മാസ് ഡയലോഗ് അടിച്ചിട്ട് അവൻ ഇവിടുന്ന് പോവുകയാണ്. ഇങ്ങനെയൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് വന്നെങ്കിലും
ആണെങ്കിലും അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ വേഡിന് മനസ്സിലുണ്ടായിരുന്നു. ഈ ക്യാൻസർ ഇനി പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമോ? അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് വെനേസിനൊപ്പം ഈ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ കഴിയുമല്ലോ. അന്ന് രാത്രിയിൽ വേടാണെങ്കിൽ ഉറങ്ങുന്നേ ഇല്ല. വെനേസ് ഉറങ്ങുന്നവരെ കാത്തിരിക്കുകയാണ് അവൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആരെ അറിയിക്കാതെ അവൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതേ സമയം നമ്മുടെ പ്രസന്റ് കാണിക്കുകയാണ്. ഇപ്പോൾ ഡെഡ്പൂളിനെ ആള് തലകീഴെ തൂക്കി പിടിച്ചിട്ട് എടുത്ത് ഒറ്റ ഇറങ്ങി എറിയുകയാണ്. അവൻ നേരെ പോയിട്ട് ഒരു കാറിൽ പോയി ഇടിച്ച് താഴെ വീഴുന്നുണ്ട്. അത് വേറെ ആരുമല്ലായിരുന്നു, അത് കൊളസസ് ആയിരുന്നു. അങ്ങനെ കൊളസസ് വന്നിട്ട് ഡെഡ്പൂളിനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്റെ സൂപ്പർ വോയിസ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പൊടിച്ചെറിവുകൾ തീർക്കാനുള്ളതല്ല നമ്മുടെ സൂപ്പർ വോയിസ്. അത് നമ്മുടെ നാടിനെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നാടിനെ സേവിക്കാനാണെന്ന് പറയുമ്പോൾ നാടിനെ നീ തന്നെ സേവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ല, നിന്നോട് എത്ര തവണ പറഞ്ഞു എന്റെ അക്കാഡമിയിൽ ചേരാൻ വേണ്ടിയിട്ട്? അങ്ങനെ എനിക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാലോ, അക്കാഡമിയിൽ നീ തന്നെ അങ്ങ് ചേർന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. താൻ കുറെ നാളോട് പറയുന്നുണ്ടല്ലോ തടിയാ, താൻ എക്സ്മാന്റെ ക്രൂവിലുള്ള ആളാണെന്നും എക്സ്മാൻ തന്റെ കൂടെ ഉണ്ടെന്നൊക്കെ. എന്നിട്ട് അയാളോട് പോയി ചത്തോ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, ഞാൻ ഇവന്റെ കാര്യം തീരുമാനമാക്കട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഫ്രാൻസിസ് പോയിട്ട് അവന്റെ ഒരു പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. തടി എത്ര നാൾ കാത്തിരുന്നിട്ടാണ് അവനെ കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് ഡെഡ്പൂളിന് ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ കൊളസസിനിട്ട് നല്ല ഇടി ഇടിക്കുന്നുണ്ട്. എന്നാൽ ഡെഡ്പൂളിന്റെ കൈ ആണെങ്കിൽ ഒടിഞ്ഞു പോവുകയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തടിയെ ഫുൾ ഓഫ് സ്റ്റീലാണ്. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ വിടുന്ന പറ്റുന്നില്ല. അങ്ങനെ രണ്ട് കൈ ഒടിഞ്ഞെങ്കിൽ എന്താ, അവൻ കാല് വെച്ച് രണ്ട് കിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഒടിയൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അങ്ങനെ ഇപ്പൊ തടിയനാണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് എന്റെ അക്കാഡമി കൂടി ചേർത്തിട്ട് നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂളിന്റെ കയ്യിൽ ഹാൻഡ് കഫ് ഇട്ടിട്ട് അവനെ വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡെഡ്പൂളിനെ തൂക്കിടുന്ന സമയത്ത് ഡെഡ്പൂൾ ആണെങ്കിൽ എന്റെ കൈ നൈസായിട്ട് അറുത്ത് കളയുകയാണ്. എന്നിട്ട് പറയാണ്, തടിയാ, നിന്റെ അക്കാഡമി ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നേസർ കുട്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് അവൻ നേരെ അവിടെ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ താഴേക്ക് ചാടി വീഴുന്നത് സേഫ് ആയിട്ടൊരു ലോറിയിലാണ്. ഇതുവരെ നിങ്ങൾ കണ്ടില്ലേ, ഇനി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ അവനെ കാണിക്കുന്നത് അവൻ എന്ന് വീട് വിട്ട് ഇറങ്ങി പോയില്ലേ, അവൻ നേരെ പോയത് മറ്റേ കാർഡ് കൊടുത്ത ആ ഒരാളുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നത് തന്റെ ക്യാൻസർ സുഖപ്പെടുത്തണം, തന്റെ ഭാര്യയുടെ കൂടെ അവൻ സുഖമായിട്ട് ജീവിക്കണം, എന്നെ സഹായിക്കൂ, എന്ത് പരീക്ഷണത്തിനും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, ഏറ്റവും അവസാനം നീ ഗതികെട്ട് എന്റെ അടുത്ത് വന്നു അല്ലേ. അങ്ങനെ അവനെ ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ള രോഗികളെല്ലാം തന്നെ അവൻ കാണുന്നുണ്ട്. അവരെല്ലാം മുഖം കാണുമ്പോഴത്തേക്കും ഇവൻ ആകെ പേടി തോന്നുകയാണ്. അങ്ങനെ വേട് എന്ത് വന്നാലും മുന്നെടുത്ത് പറഞ്ഞിട്ട് അവിടുത്തെ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് പെണ്ണ് വന്നിട്ട് വേടിന്റെ കഴുത്ത് ഇങ്ങനെ വലിഞ്ഞു മുറുക്കി കെട്ടുന്നുണ്ട്. ആ ഒരു പെണ്ണിന്റെ കൈക്ക് ഭയങ്കര ശക്തിയായിരുന്നു. ഒരാണിന്റെ കൈക്കായാലും 10 ഇരട്ടി ശക്തി കൂടുതലായിരുന്നു ആ ഒരു പെണ്ണിന്റെ കൈക്ക്. എന്താണ് മോളെ നീ പാർക്കലാണ് തിരിഞ്ഞു ചോദിക്കുമ്പോൾ മിണ്ടാണ്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവന് വാ പൊത്തുന്നുണ്ട്. അതിനുശേഷം അവിടേക്ക് ഒരു മൊട്ടത്തലയും വരുന്നുണ്ട്. ഇവനാണ് അവിടുത്തെ ബോസ്. അങ്ങനെ വേടാണെങ്കിൽ ആ മൊട്ടത്തലേനെ കളിയാക്കുകയാണ്. അങ്ങനെ മൊട്ടത്തലയും വന്നിട്ട് വേടിനെ കണ്ടുപിടിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഇവനൊരു അഹങ്കാരിയാണ്, ഇവന് മ്യൂട്ടേഷൻ പറഞ്ഞെങ്കിൽ ഇവനെ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വരും. അല്ല മോനെ, ഈ സൂപ്പർ പവർ എല്ലാം തന്നെ ചുമ്മാ കിട്ടും നീ വിചാരിച്ചോ? ഇപ്പൊ ഞാൻ നിന്റെ ദേഹത്ത് ഒരു സീറം കുത്തിവെക്കും. ആ ഒരു സീറം കുത്തിവെച്ച് കഴിഞ്ഞാണ്ടല്ലോ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ വേദനകൾ നിന്റെ ലൈഫിലൂടെ കടന്നു പോകും. നിന്റെ ഞരമ്പുകളും ഞാടുകളും തുടിച്ചിട്ട് നിന്റെ തലച്ചോറ് കിടന്ന് വിറയ്ക്കും. വായിൽ മുളക് വെക്കുക, ശ്വാസം മുട്ടിക്കുക, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവന്റെ ഉള്ളിലെ മ്യൂട്ടേഷൻ പുറത്തു വരാൻ വേണ്ടിയിട്ട് ആ ഒരു മ്യൂട്ടേഷൻ പുറത്തു വരുമ്പോഴത്തേക്കും ആ ഒരു മ്യൂട്ടേഷൻ ഉപയോഗിച്ച് ഇവനെ സൂപ്പർ ഹീറോ ആക്കി മാറ്റുക. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വേടിന്റെ നാക്കിന് മാത്രം ഒരു കുറവില്ല. അവന്റെ വാ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ സമയം നോക്കി ഫ്രാൻസിസ് അവൻ 10 തെറി പറയും. അങ്ങനെ ഫ്രാൻസിസ് ആണെങ്കിൽ നീ ഒരു അഹങ്കാരിയാണ്, നീ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അവനെ ഒരു ഓക്സിജൻ സിലിണ്ടറിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്. ആ ഒരു പെട്ടിക്കകത്താണെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയ്ക്കും. അതായത് അവൻ അത് കുറയ്ക്കുമ്പോഴത്തേക്കും ശ്വാസം കിട്ടാതാവുമ്പോഴത്തേക്കും അത് കുറച്ച് സീറോ ആക്കും. അങ്ങനെ അവൻ പതച്ചു വെച്ച് ചാകാറാവുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരും. വീണ്ടും ചെറുതായിട്ട് ഓക്സിജൻ എടുക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അതിനെ കുറച്ച് ഇങ്ങനെ സീറോയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കിടത്തി ടോർച്ചർ ചെയ്തുകൊണ്ട് അവന് മ്യൂട്ടേഷൻ പുറത്തു കൊണ്ടുവരികയാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഇവന് മ്യൂട്ടേഷൻ പുറത്തോട്ട് വന്നില്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്താലും ഇവന് മ്യൂട്ടേഷൻ പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നിനക്ക് മ്യൂട്ടേഷൻ വരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഫ്രാൻസിസ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഫ്രാൻസിസ് പറഞ്ഞിട്ട് അവൻ മണിക്കൂറോളം അവിടെ കിടന്ന് അവന് ശ്വാസം കിട്ടാതെ അവന്റെ രൂപം എല്ലാം തന്നെ മാറി വരുന്നുണ്ട്. അങ്ങനെ അവന്റെ മ്യൂട്ടേഷൻ എല്ലാം തന്നെ പുറത്തേക്ക് വരികയാണ്. അവന്റെ തൊലിയെല്ലാം തന്നെ വലിഞ്ഞു മുറുകി ഒരു വൃത്തിയിട്ട രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് അയിലെ വിക്രമനെ കാണാൻ എങ്ങനെയായിരിക്കും അതിനേക്കാൾ വൃത്തിയിട്ട അവസ്ഥയിലേക്ക് അവൻ മാറും. അതിനുശേഷം അവനെ തുറന്നു വിടുമ്പോഴത്തേക്കും അവൻ കുറച്ച് ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വേടാണെങ്കിൽ ഫ്രാൻസിസിന്റെ മുഖത്ത് നോക്കി വല്ലാണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഫ്രാൻസിസ് പറയുന്നുണ്ട്, എടാ മോനെ, നിനക്ക് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോടാ? എന്റെ കയ്യിൽ എങ്ങനെ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയോടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യമില്ലടാ മോനെ, നിന്നെ ഇവിടുന്ന് പുറത്തുവിടുന്ന പ്രശ്നമില്ല, നീ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കത്തേ ഉള്ളൂ. നിന്റെ മ്യൂട്ടേഷൻ ഒക്കെ പുറത്തു വന്നു, ഇനി നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് നിന്നെ ആ സിലിണ്ടറിൽ വീണ്ടും ഞാൻ കിടത്താൻ പോവുകയാണ്. അങ്ങനെ അവനെ വീണ്ടും ആ സിലിണ്ടർ ഇട്ടിട്ട് വീണ്ടും ഓക്സിജന്റെ അളവ് കുറച്ചിട്ട് അവൻ ഇവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ വേടാണെങ്കിൽ അതിന് വെറുതെ ഇവിടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒരു തീപ്പെട്ടിക്കുള്ളി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് കൈകൊണ്ട് വരച്ച് തീ കത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ട്യൂബിനുള്ളിൽ കൂടി ഓക്സിജന്റെ ഒരു പ്രവാഹം വരുന്നുണ്ട്. ആ സമയത്ത് അവനെ തീപ്പെട്ടി അങ്ങോട്ടേക്ക് ഇട്ടിട്ട് അവൻ മാക്സിമം വാ കൊണ്ട് അങ്ങോട്ടേക്ക് ഓതി അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. ഓക്സിജന്റെ പ്രവാഹം ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കത്തി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ വിസ്ഫോടനം തന്നെ സംഭവിക്കുകയാണ്. ആ ഒരു തൂണും അവിടെ ഇരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പൊട്ടിച്ചിതറുന്നുണ്ട്. ഈ സമയത്ത് ആ സൗണ്ട് എല്ലാം കേട്ട് എന്താണ് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് വന്ന സമയം തന്നെ നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ ചാടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ വെറും സാധാരണ മനുഷ്യനല്ല, ഇപ്പൊ മ്യൂട്ടേഷനെ കിട്ടിയിട്ട് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഡെഡ്പൂളിന്റെ യാത്ര തുടങ്ങുന്നത് തന്നെ ഇവിടുന്നാണ്. അങ്ങനെ അവൻ കൈ കെട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫ്രാൻസിസിനെ അങ്ങനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയത്തില്ല. അവനൊരു പ്രത്യേക ശക്തിയുണ്ട്. അവൻ ഈ വേദനകളൊന്നും അറിയാൻ സാധിക്കത്തില്ല. തല മുറിച്ച് മാറ്റിയപ്പോലും അവൻ വേദനകൾ അറിയാൻ പറ്റത്തില്ല. ഫ്രാൻസിസ് പറയുന്നുണ്ട്, എടാ നീ ചത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ നീ ചത്തില്ലല്ലോ, നീ ചാകുന്നവരെ നിന്നെ ഞാൻ അടിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഫ്രാൻസിസ് അവിടെ നിന്ന് വലിയൊരു കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വേടിന്റെ വയറ്റിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട്. അവൻ നെഞ്ചിലേക്ക് ആ കമ്പി കുത്തി ഇറക്കിയിട്ട് അവൻ ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പി
കമ്പിയുടെ അറ്റം പിടിച്ച് വളച്ചൊടിച്ചു വെക്കുന്നുണ്ട്. എടാ മോനെ, നീ ഈ തീയിൽ ഒരുങ്ങി ചത്തോ? ഫ്രാൻസിനോട് കളിച്ച ഒരുത്തം പോലും ഇന്ന് ജീവനോടില്ല. നിന്റെ വിചാരം വന്നാൽ നിന്നെ ഞാൻ സ്പൈഡർമാൻ ആക്കി അങ്ങ് പറത്തി വിടുമെന്നോ? അത് സൂപ്പർമാൻ ആക്കിയിട്ട് ഹീറോ ആക്കുമെന്നോ? നീയൊക്കെ എന്റെ അടിമകളാണ്. നിന്നെയൊക്കെ ഇതുപോലെ സൂപ്പർ പവർ വന്നിട്ട് പട്ടിന്റെ വിട്ട് അടിമയായിട്ട് കൊണ്ടു നടക്കാനാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ ഒരുത്തിന്റെ ഫാൻസിൽ നിന്ന് വരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല. നീ കിടന്ന് ചാകെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ അവൻ ദൂരെ എവിടെ കൊണ്ട് കളയുകയാണ്. അങ്ങനെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പൊങ്ങി വരുന്ന നമ്മുടെ ഡെഡ്പൂൾ ഇനി ഇവിടെ നിന്നാണ് അവന്റെ പ്രതികാര യാത്ര തുടങ്ങുന്നത്. അങ്ങനെ ചത്തത് പറഞ്ഞിട്ട് കൂടി കളഞ്ഞ് നമ്മുടെ വീടാണെങ്കിൽ ഇപ്പൊ ഉയർത്തെഴുതിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. അവനിപ്പോൾ നമ്മുടെ വെനീസിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്റെ ക്യാൻസർ ഇപ്പൊ ഭേദമായിട്ടുണ്ട്, നമുക്കൊന്നിച്ച് ജീവിക്കാം എന്നൊക്കെ പറയണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൻ ആൾക്കാരെന്തോ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. എന്തോ അന്യഗ്രഹ ജീവിയെ കാണുന്ന പോലെ തന്നെ അവനെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. ഇവന്റെ മുഖം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ഇവന്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇവളോട് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഇവളുടെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ പിറകെ പോകുമ്പോഴത്തേക്ക് ഒരു കപ്പിൾസ് ആണെങ്കിൽ പറയും, ഇവന്റെ മുഖം എന്തെങ്കിലും ഇരിക്കുന്നത് തറയ്ക്കുന്ന ചാണകം പോലെ തന്നെയാണ് ഇവന്റെ മുഖം ഇരിക്കുന്നത്, എനിക്ക് കണ്ടിട്ട് തന്നെ അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വേടിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. തന്നെ കാമുക എങ്ങനെ അവനെ നിരസിച്ചു കഴിഞ്ഞാൽ അവന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു എന്ന് അവൾ കരുതിക്കോട്ടെ. അങ്ങനെ അവൻ അവളുടെ പിന്നാലെ പോകുന്ന ആ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ തിരിഞ്ഞടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വേടാണെങ്കിൽ അവൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വീസലിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആളിയ എന്റെ മുഖം അഗ്ലിയായടാ, എന്റെ പ്രണയം നഷ്ടപ്പെട്ടു, എനിക്ക് അവളോട് പറയാൻ ധൈര്യമില്ല, എന്റെ ജീവിതം മൊത്തം കുളവായടാ, ഇനി ഞാൻ എന്തിനാ അളിയെ ജീവിച്ചിരിക്കുന്നത്, അളിയ സൗന്ദര്യത്തിലൊക്കെ എന്തിരിക്കുന്നടാ, ഒന്നും ഇല്ലടാ എന്നൊക്കെ പറയുമ്പോഴത്തേനും വേട് തന്നെ മുഖം കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ ക്ലേശ് ഡയലോഗ് കേൾക്കാനോ നിന്റെ പൈങ്കിളി മനസ്സിലുള്ള കഥ കേൾക്കാനോ അല്ല ഞാൻ വന്നത്. എനിക്കിപ്പോ സൊല്യൂഷൻ വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എടാ സൊല്യൂഷൻ വേറൊന്നുമില്ല, നീ അവളോട് പറഞ്ഞു എടുത്തുള്ളൂ, അത് മാത്രമേ ഉള്ളൂ ഏക വഴി എന്ന് പറഞ്ഞാൽ. അവൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പൊ വീട് പറയുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പോട്ടെ, എനിക്ക് അവനോട് റിവെഞ്ച് ചെയ്യണമെന്ന്. റിവെഞ്ച് ചെയ്യാം, പക്ഷെ ചന്ദ്രന് കുഴി വീണതിന്റെ വീട്ടിലുള്ള മോന്തം വെച്ച് നീ അങ്ങോട്ടേക്ക് പോകണ്ട, നീ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ളതല്ലേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു മോമൂടി സെറ്റാക്ക്. നീ ഉദ്ദേശിക്കുന്ന കോസ്റ്റ്യൂം ആണോ? അതെ കോസ്റ്റ്യൂം. നീ പറയുന്നത് ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് സൂപ്പർ ഹീറോ പോയി നടക്കാനാണോ? സൂപ്പർ ഹീറോ ഒന്നും അല്ല, നിനക്ക് നിന്റെ റിവെഞ്ച് തീർക്കണ്ടേ, അതിന് നിനക്കൊരു കോസ്റ്റ്യൂം വേണം, അങ്ങനെ അടിച്ചു പൊളിക്കണം. അല്ല നിനക്കൊരു പേര് വേണ്ടായോ? അങ്ങനെ അവർ കുറെ പേര് നോക്കുന്നുണ്ടെങ്കിലും അവസാനം ഒരു ഡെഡ്പൂൾ എന്ന് പേരിടുകയാണ്. അവൻ അങ്ങനെ ഒരു തുണിയൊക്കെ ഇട്ട് ഒരു മാസ്ക് സെറ്റ് ആക്കുന്നുണ്ട്, എന്നിട്ട് ഒരു ജാക്കറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ആ മാസാണ് ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മറ്റേ ഗ്യാങ് ഇല്ലേ അതിനെ തേടി പോവുകയാണ്. അങ്ങനെ ഫ്രാൻസിന്റെ ഗ്യാങ്ങിൽ പെട്ട ഓരോ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. എടാ മോനെ ഫ്രാൻസിസ് എവിടെയാടാ, പറയടാ കുട്ടാ എന്നൊക്കെ പറയാൻ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അങ്ങനെ അവന്മാരെ ഓരോരുത്തന്മാരായിട്ട് ഇടിച്ചു നോക്കി പിടിച്ചു നോക്കി കടിച്ചു നോക്കി പിച്ചി നോക്കി നുള്ളി നോക്കി എന്നൊക്കെ ചെയ്തിട്ട് പോലും അവന്മാർ വായിന്ന് ഫ്രാൻസിസ് എവിടെ എന്നുള്ള കാര്യം പറയുന്നില്ല. ഒരുത്തന്മാർക്കും അറിയത്തില്ല ഫ്രാൻസിസ് എവിടെ എന്നുള്ള കാര്യം. വേടാണെങ്കിൽ ദിവസം പോകുന്നുണ്ട്, ഒരു ദിവസം തന്നെ ഒരു 5 എണ്ണത്തെങ്കിലും തീർക്കുന്നുണ്ട്. എന്നാൽ അവന്മാരെ വായിന്ന് ഫ്രാൻസിസ് എവിടെ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ ശ്രമം ഒന്നും ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ഡെഡ്പൂൾ ബാക്കിലേക്കില്ല. ഇവൻ ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നറിയോ? ഇവന്റെ ഡ്രസ്സ് എപ്പോഴും ചോരക്കറിയാം, അത് ഡ്രൈ ക്ലീൻ ചെയ്യും കൊടുക്കുന്നതാണ് ഇവൻ ഏറ്റവും വലിയ വെല്ലുവിളി. അവിടുത്തെ ചേച്ചിയാണെങ്കിൽ ഭയങ്കര പരാതി. അവസാനം ആ ചേച്ചിയുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ റെഡ് കളർ കോസ്റ്റ്യൂം തന്നെ അവൻ തയ്പ്പിച്ചു. അങ്ങനെ പുതിയ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് അവൻ നേരെ അവിടുന്ന് പോകുന്നത് ഫൈറ്റ് വീട്ടിലേക്കാണ്. അവിടുന്ന് വലിച്ചെടുത്തിട്ട് അവൻ സ്ഥിരം ചോദിക്കുന്നുണ്ട്, എടാ മോനെ ഫ്രാൻസിസ് എവിടെയാണ്, ഇനിയെങ്കിലും ഒന്ന് പറയടാ. ആ കാലമാണെന്ന് തേടി എന്നെ ഊപ്പാടുള്ളി ഏതൊക്കെ രീതി ചോദിച്ചിട്ട് അവന്മാർ ഒരുത്തം പോലും ഒന്നും പറയുന്നില്ല. ഇവന്മാരെയൊക്കെ കൊന്നു എന്റെ സമയവും പോവും, എന്റെ ബുള്ളറ്റും പോവും. എന്നാൽ മരണങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, എന്നാൽ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഡെഡ്പൂളിന് മനസ്സിലായി നമ്മൾ കുറച്ച് ഡിഫറന്റ് ആയിട്ട് സെറ്റ് ആക്കണം. അങ്ങനെ അവനാണെങ്കിൽ അവന്റെ കോസ്റ്റ്യൂം ഒക്കെ വേറെ ലെവലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവനാണെങ്കിൽ അതിനകത്ത് ആയുധങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കുകയാണ്. അങ്ങനെ അവന്റെ ഡ്രസ്സിനും വേറെ ലെവലാക്കി. ഇപ്പോൾ അവൻ നേരെ പോകുന്നവൻ ആ ഐഡി കാർഡ് കൊടുത്തിട്ട് അവനെ പറ്റിച്ച് ആ ഒരു കോട്ടിട്ട് തന്നെ ഉണ്ടല്ലോ അയാളെ കണ്ടുപിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാളെ തപ്പി കണ്ടുപിടിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, കളവ മര്യാദയ്ക്ക് പറഞ്ഞു ഫ്രാൻസിസ് എവിടെയാണെന്ന്. അങ്ങനെ ഡെഡ്പൂൾ തീരുമാനിക്കുകയാണ് ഇവന്മാരൊന്നും വെറുതെ കൊന്നു കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവന്മാരെ നന്നായിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലണം. അവന്മാരെ ഒറ്റയടിക്ക് കൊന്നുകൊണ്ടിരുന്നുണ്ട് അവന്മാർക്ക് സത്യം പറയാനുള്ള അവസരം കിട്ടിക്കാണത്തില്ല. അതിൽ ഡെഡ്പൂളിന് നല്ല കുറ്റബോധമുണ്ട്. ഇത്തവണ നല്ലപോലെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവന്മാരെ വായി നിന്നൊക്കെ കൊച്ചു കൊച്ചു ഹിൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഹിൻസ് ഒക്കെ ഇട്ടിട്ട് അവൻ നേരെ അവരുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ മറ്റേ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മറ്റേ കോട്ടിട്ട് നാറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എടാ നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചിട്ട് അയാൾ ആൾക്കാരെ പറ്റി ഇങ്ങനെ ജീവിക്കാതെ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ആളെ കാണാനില്ല. അയാളാണെങ്കിൽ അപ്പൊ തന്നെ 2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ ഇയാളുടെ പിറകെ ഓടി പോകുന്നുണ്ട്. അങ്ങനെ പിറകെ ഓടിപ്പോയിട്ട് അയാളുടെ തൂക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ എല്ലാ സത്യങ്ങളും തന്നെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ത്രില്ല് പോയി 2 മാസം ഡയലോഗ് അടിക്കുന്ന കരുതിയപ്പോൾ ഫ്രാൻസിൽ എന്നുള്ള കാര്യം ഈ പൊട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അവന്റെ വായിക്കത്തോട് വെച്ച് എന്റെ കൊതി ഞാൻ തീർത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഡെഡ്പൂൾ ആദ്യമായിട്ട് ഡോപ്പീറ്ററിനെ കാണുന്നത്. ഡോപ്പീറ്ററിനെ കണ്ട് അവന്റെ കാർ ബുക്ക് ചെയ്യുന്നത്. ഹാ സാറേ നമസ്കാരം, സാറിന് എവിടെ പോകേണ്ടത്? അങ്ങനെ എവിടെയൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ എവിടെ പോകാൻ പറയുന്നു അങ്ങോട്ടേക്കാണ് നീ പോകേണ്ടത്. അതൊന്നും കുഴപ്പമില്ല, സാറ് കയറിക്കോ. പിന്നെ ഈ സാറെന്നുള്ള വിളിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കാറിൽ പോയത് എങ്ങോട്ടാണെന്നും അവിടെ ഫൈറ്റ് നടന്ന കാര്യങ്ങളും പിന്നെ കൊളസത്ത് വന്നവനെ പിടിച്ചോണ്ട് പോയ കാര്യങ്ങളും പിന്നെ കൊളസത്തിന്റെ കയ്യിൽ നിന്ന് കൈ മുറിച്ച് അവൻ ട്രക്കിലേക്ക് എടുത്ത് ചാടിയതും പിന്നെ നിങ്ങളോട് കഥ പറഞ്ഞതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള എന്റെ കഥ. അങ്ങനെ ലോറിയാണെങ്കിൽ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ സ്ട്രീറ്റ് എത്താറായപ്പോഴത്തേക്കും അങ്ങനെ ലോറിയിൽ അവൻ 2 തട്ടിയിട്ടിട്ട് എടാ മോനെ നിർത്തല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ആന്റി ഉണ്ടല്ലോ, ഈ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ഈ ആന്റിയാണ് ഇവന്റെ ഹൗസ് ഓണർ. പാവമാണ്, പക്ഷെ കണ്ണ് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ കൊണ്ട് ഒരു ശല്യമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ വൃത്തിയുടെ മുഖം കണ്ടിട്ട് അവരുടെ ജീവിതം പാഴാക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്കൊരു കൂട്ടായിട്ട് ഞാനാ വീട്ടിലുണ്ട്, ഇവരെ കഥയും കേട്ട് ഞാനാ വീട്ടിൽ ഇരിപ്പാണ്. ആരാണ് വീടാണോ അല്ലാതെ വേറെ ആരും ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. തുറക്കാന്റി എന്ന് പറയുമ്പോഴത്തേനും വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ അവൻ അകത്തേക്ക് കയറുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ്, പക്ഷെ നല്ല സ്നേഹത്തിലാണ്. ആന്റി ആണെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ തർക്കത്തിൽ മാത്രമേ പറയത്തുള്ളൂ.
പിന്നെ എന്റെ വാശി ചുമ്മാ ഇരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ തന്നെ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എന്നെ കൈ മുറിഞ്ഞെടുത്ത് നിന്ന് നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ആന്റി ചോദിക്കുകയാണ്, എന്താ പോലെ നീ ഇത്ര ടയേർഡ് ആയിട്ടിരിക്കുന്നത്, എന്താണ് ഇത്ര ക്ഷീണം? ആന്റി, ഞാൻ ഒരു മാച്ച് കളിക്കാൻ പോയിരുന്നു, 5-6 ഗോൾ സ്കോർ ചെയ്തിരുന്നു. എന്നാ മോനെ ഇച്ചിരി പാലെടുക്കട്ടെ. ഓ, പാലൊന്നും വേണ്ട ആന്റി. ഈ സമയം ഫ്രാൻസിസിനെ കാണിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ആണെങ്കിൽ ബൈക്ക് കളഞ്ഞതിനകത്തേക്ക് കയറി പോവാണ്. അവനാണെങ്കിൽ നല്ല കുത്തിയിട്ടുണ്ട്. അവന് വേദനകൾ അറിയാൻ സാധിക്കത്തില്ലെങ്കിലും അവൻ ഏൽക്കുന്ന മുറിവുകളൊക്കെ നല്ല രീതിയിൽ അവന് ഹർട്ട് ആവുന്നുണ്ട്. ആ മുറിവുകളൊക്കെ അവൻ തുന്നുകയും അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവൻ ചത്തുപോകും. ഇവന്റെ ഗേൾഫ്രണ്ട് ആണ് ഈ കാണുന്ന പെണ്ണ്. ഇവൾക്കാണെങ്കിൽ ഭയങ്കര വലിയ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 6 ആനകൾ ശക്തിയുള്ള കയ്യിലുണ്ട്. ഒരു 10 ആളുകൾ ഒരുമിച്ച് വന്ന പോലും അവർക്ക് ഒറ്റയടിക്ക് അവരെ തീർക്കാൻ പറ്റും. അതിനുശേഷം ഫ്രാൻസിസ് അവളോട് പറയുന്നുണ്ട്, അവൻ മരിച്ചിട്ടില്ല. ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചു വിട്ടത്? അവൻ മരിച്ചിട്ടില്ല. നിങ്ങൾ വീടിന്റെ കാര്യമാണോ പറയുന്നത്? അതെ. അല്ല, അവൻ തിരിച്ചു വരുമെന്ന് പറയുന്നത്. ആ, വരട്ടെ, നമുക്ക് നോക്കാം, അവന്റെ കാര്യം നമുക്ക് തീർത്ത് കളയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ വേടിന്റെ കൈയാണെങ്കിൽ വളരാൻ തുടങ്ങി. ശരിക്കും ഡെഡ്പൂളിന്റെ പവർ ഇതാണ്. അർത്ഥം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചു കളിച്ചു വരിക. ശരീരത്തിൽ ഏത് ഭാഗം മുറിഞ്ഞു പോയപ്പോലും അതെല്ലാം തിരിച്ചു കളിച്ചു വരിക. അവനെ കുഞ്ഞു കൈ വെച്ച് ആന്റി തടവുമ്പോഴത്തേക്കും ആന്റി പറയുന്നുണ്ട്, നീ എന്താണ് 2 വയസ്സുള്ള കുഞ്ഞാണോ? ഞാൻ എപ്പോഴും കുട്ടിയെ ആന്റി. എനിക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ ഒറ്റ താമസിക്കുമ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ തോന്നാവോ? അയ്യോ, ആന്റിയോടല്ല, ഇത് വേറെ. തൽക്കാലം ആന്റി എണ്ണിച്ച് പോകാൻ നോക്ക്. അങ്ങനെ വീടാണെങ്കിൽ അവിടെ കിടക്കുകയാണ്. അങ്ങനെ അടുത്തത് കാണിക്കുന്ന വീസലിന്റെ ബാറാണ്. ഇപ്പൊ വീസലിന്റെ ബാറിലേക്ക് ഫ്രാൻസിസ് വന്നിട്ടുണ്ട്. എന്നിട്ട് വീസലിനോട് തിരക്കുന്നുണ്ട്, എടാ മോനെ വീട് എവിടെയാണെന്ന്. വീടോ? അതാരാ? എനിക്കൊരുത്തിനും അറിയത്തില്ല. എടാ, നീ ഇങ്ങനെ നിർബന്ധം പിടിക്കാതെ, ഞാൻ വന്ന കാര്യം നേടിയിട്ട് ഞാൻ പോകത്തുള്ളൂ. അല്ല, വീടിനെ പറ്റി ചോദിക്കുക, ഇയാളാരാ? ഞാൻ ആരോ ആയിക്കോട്ടെ, അതെവിടെ നിൽക്കട്ടെ. നീ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞാൻ അവനെ കണ്ടിട്ട് ഒത്തിരി നാളായി, മരിച്ചു പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ മരിച്ചൊന്നും പോയിട്ടില്ല. നേരെ പോയിട്ട് ഇവന്റെ ബാറിൽ ഇവനൊരു ഫോട്ടോഗ്രാഫ് സൂക്ഷിച്ചിട്ടുണ്ട്. അത് പോയി എടുക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട്, ഏതായി സുന്ദരി കൊച്ച്, അവന്റെ കാമുകയാണോ? എന്തായാലും നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് നിന്നെ പിന്നെ കണ്ടോളൂ പറഞ്ഞിട്ട് ഫ്രാൻസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം വീസലിനെ പെട്ടി കൈത്തിൽ പിടിച്ച് തൂക്കിയെടുക്കുമ്പോഴത്തേന് ആ ബാറിലുള്ള മറ്റുള്ളവരാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. എടി വിട്ടേക്ക്, നമുക്കിപ്പോ തന്നെ ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരോട് പോയപ്പോൾ തന്നെ അവൻ വേണ്ടി വിളിച്ച് പറയുന്നുണ്ട്, അളിയെ കുഴപ്പമായെന്ന് തോന്നുന്നേ. അവനാണെങ്കിൽ ഇതിനെ മറ്റേ ഫോട്ടോഗ്രാഫ് എടുത്തുകൊണ്ട് പോയി. ആ ഫോട്ടോയ്ക്ക് ഇതിന്റെ ഗേൾഫ്രണ്ട് ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും വേടാകെ ഞെട്ടി പോവുകയാണ്. എന്റെ കൊച്ചിനെ അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവനെ വെച്ചേക്കത്തില്ല. അവനെ അർത്ഥത്ത് കൊന്നു കളയും ഞാൻ. എനിക്ക് എന്റെ മുഖമൊന്നും ശരിയായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അവനെ ഞാൻ വെച്ചേക്കത്തില്ല. എടാ, നീ ഇങ്ങനെ പാനിക്കാവാതെ, നീ പോയി വെനേസോട് കാര്യം പറ. ഈ നിമിഷം നീ അത് പറഞ്ഞില്ലെങ്കിൽ അവളുടെ ജീവിതത്തിന് അത് ഭീഷണിയാവും. നീ വേടാണെന്ന് തിരിച്ചു വന്നൊന്നും പറ. അവൾ നിന്നെ രജിസ്റ്റർ ചെയ്യട്ടെ. അവളുടെ ജീവൻ അതെങ്കിലും നിനക്ക് സേവ് ചെയ്യാലോ എന്ന് പറയുമ്പോൾ അങ്ങനെ വേട് തന്നെ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ വേടാണെങ്കിൽ അവളെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവളെ കണ്ടുപിടിച്ച് അവളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇവന്റെ തൊണ്ടയാകെ വറ്റി വരണ്ട് പോവുകയാണ്. അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അത് സഹിക്കാനുള്ള മനസ്സവനില്ല. വേടാണെങ്കിൽ ഒരു വട്ടോടെ ആലോചിക്കുന്നുണ്ട്, പറയണോ എന്നൊക്കെ. പെട്ടെന്ന് അവനാണെങ്കിൽ അവിടെ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ തന്നെ ആണെങ്കിൽ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ വേടിഞ്ഞ ഒരു പ്രസൻസ് അവളെ അനുഭവപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ വേട് ബാത്റൂമിലേക്ക് പോയിട്ട് കരയുകയാണ്. എടാ പ്ലീസ്, നീ ഒന്ന് പോയി പറ, നിനക്ക് വേണ്ടിയിട്ടല്ല അവൾക്ക് വേണ്ടിയിട്ടാ. അവളെ നീ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവൾ ചാവുന്ന എനിക്ക് സഹിക്കത്തില്ല. ഇനി എന്തായാലും ഞാൻ അവളോട് പോയി പറയുമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം ആ ബാർ മുഴുവനായിട്ട് നോക്കുമ്പോഴും അവളെ കാണുന്നില്ല. അവളെ മറ്റാരെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അയാളാണെങ്കിൽ അവളെ പുറത്തേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. അവൾ വിചാരിച്ചു അത് വേടായിരിക്കും എന്ന്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കിയിട്ട്, വേഡ്, അത് നീയാണോ? എന്നാൽ അത് വേടൊന്നും അല്ലായിരുന്നു, അത് സാക്ഷാൽ ഫ്രാൻസിസ് ആണ്. അങ്ങനെ ഫ്രാൻസിസ് വരികയും അവന്റെ ഗേൾഫ്രണ്ട് ചേർന്നിട്ട് അവളെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം വേടാണെങ്കിൽ പുറത്തേക്ക് നോക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വെനേസിനെ കാണുന്നില്ല. പക്ഷെ അവളുടെ ഹാൻഡ് ബാഗ് ആണെങ്കിൽ തറ വീണ് കിടപ്പുണ്ട്. അപ്പൊ തന്നെ അവന് കാര്യം മനസ്സിലായി, ഇത് ഫ്രാൻസിസ് അല്ലാതെ വേറെ ആരും ചെയ്യില്ല. ഫ്രാൻസിസ് നമ്മളെ പൊക്കിക്കൊണ്ട് പോയെന്ന് അവന് മനസ്സിലായി. വേടിന് നല്ല ദേഷ്യം വരുന്നു. ഫ്രാൻസിസ്, ഇത്തവണ നിന്റെ കൈ കെട്ടി കഴിഞ്ഞാൽ നിന്നെ വലിച്ചു കീറോടെന്ന് പറഞ്ഞിട്ട് നേരെ വീസലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീസലിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് കണ്ണുമൊത്തം എടുക്കാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ വീസലിന്റെ അടുത്താണെങ്കിൽ 1-2 കണ്ണുണ്ടെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ യഥാർത്ഥത്തിൽ വീസലിന്റെ അടുത്ത് ഒരു ആർമി കൊടുക്കാൻ വേണ്ടി അത്രയും കണ്ണുണ്ടായിരുന്നു. ഒരു ബാഗ് നിറയെ ഗൺസ്, അത് ഡിഫറെന്റ് ഗൺസ് ഓഫ് വെപ്പൺസ്, AK-47, M4, M16, അങ്ങനെ കുറെ ഗൺസ് ഉണ്ട്. ഒരു ബാഗ് നിറച്ച് കണ്ണു എടുത്തിട്ട് എന്ത് വന്നാലും ഞാൻ അവന്മാർ തീർത്തിട്ട് വരത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ വീസിൽ പറയുന്നുണ്ട്, അളി ഒന്നും നോക്കണ്ട, മേലും കീഴ് നോക്കാതെ എല്ലാത്തിനും തീർത്തിട്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്കും നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നിട്ട് ഒരു ശീലമാണ് എന്റെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗത്തിലോട് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം വെനേസിനെ കാണിക്കുന്നുണ്ട്. വെനേസിന്റെ വായ മൂടി കെട്ടിയിട്ട് ഒരു പുതിയ ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂട്ടിക്കിട്ട് പോകുന്ന സമയത്ത് ഇവിടെ നന്നിട്ട് മർദ്ദിക്കുന്നുണ്ട്. ആ സമയത്ത് അവള് പറയുന്നുണ്ട്, എടാ പൊട്ട, എന്റെ വായിക്കുന്ന ഈ സാധനം എടുത്ത് മാറ്റ്, എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ അവനാണെങ്കിൽ എടുക്കുന്ന സമയത്ത് അവള് നല്ല അസൽ തെറി കളിക്കുന്നുണ്ട്. ഓ, നീ ഒട്ട് മോശമല്ല, നിന്റെ ചേട്ടനെ പോലെ തന്നെ അല്ലേ, എന്തായാലും ഞാൻ അവനെ കാണാൻ നല്ല സുന്ദരനാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഷോക്ക് ആവുന്നുണ്ട്. വീട് ജീവനോടുണ്ടോ? അതെ, അവൻ ജീവനോടുണ്ട്. അവനെ ഞാൻ പരമസുന്ദരനാക്കി വിട്ടിട്ടുണ്ട്. ഇനി നിന്നെ ഞാൻ പരമസുന്ദരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വീട് നേരെ കൊളസസിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മെഗാസോണിക്കാണ് ഇറങ്ങി വരുന്നത്. ഇത് കൊളസസിന്റെ അപ്പാർട്ട്മെന്റ് ആണ്. കൊളസസ് എല്ലാം ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ എക്സസൈസ് ചെയ്യാണെന്ന് പറയുന്നുണ്ട്. എന്ത് എക്സസൈസ്? ഈ വീട് എടുത്ത് നോക്കിയാൽ പോലും ആ തടീന് തികയില്ല. പിന്നെന്താ, ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുകയാണോ? ദേ, നീ രാവിലെ വന്നിട്ട് തമാശ പറയുകയാണോ? അല്ല, ഞാൻ നിങ്ങളുടെ നേച്ചർ സ്കൂളിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളുടെ നേച്ചർ സ്കൂളല്ല, അതൊരു അക്കാഡമിയാണ്. അക്കാഡമി എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വേണ്ടി നിങ്ങൾ സഹായം ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണം. എന്റെ കാമുകിനെ തട്ടിക്കൂട്ട് പോയി എന്നെ ഈ പരുവത്തിലാക്കിയവന്മാർ തന്നെ. നിങ്ങളുടെ പ്രവർത്തനം നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പൊ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളെ ആവശ്യമുണ്ട്. ശരി, ഞങ്ങൾ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഇവർ കൂടെ പോകുന്നുണ്ട്. ഇതേ സമയം ഡോപ്പിന്ററിന്റെ കാർ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഡോപ്പിന്റർ അവനോട് പറയുകയാണ്, മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റേ ഗീതയില്ലേ, ആ ഗീതയായിട്ട് അവന് കല്യാണം ഉണ്ടല്ലോ, അതങ്ങ് ഉറപ്പിച്ചു. എനിക്കാണെങ്കിൽ സഹിച്ചില്ല മച്ചാനെ, ഞാൻ നേരെ പോയിട്ട് അവനെ അങ്ങ് പൊക്കി. ഈ സമയത്ത് വീട് പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല കേട്ടോ, ഇവന്റെ ഇഷ്ടത്തിൽ ചെയ്യാന്ന് പറഞ്ഞ് കൊളസസ് തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് കൊളസസ് തന്നെ നോക്കാതെ പറയുന്നുണ്ട്, നീ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ അവനെ അങ്ങ് തട്ടിയേരെ. എന്തോന്നാലും നീ അവനെ തിരിച്ചുകൊണ്ട് വിട്ടേക്ക് കേട്ടോ. ആരെയും കൊല്ലുന്നത് ശരിയല്ല, തട്ടെന്ന് മാത്രമല്ല കുഴിച്ചുകൂടി മുടിയേക്ക്, ആരും അറിയണ്ട. ഇത്രയും പറഞ്ഞ് കണ്ണു അടച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവർ ഗോഡൌണിലെത്തി ഭയങ്കര ബീജിയമൊക്കെ ഇട്ടിട്ട് ഇപ്പൊ അവരെ
ചെത്തി കളഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഡെഡ്പൂൾ പറയാണ് ഞാൻ എന്തോ മറന്നല്ലോ, അയ്യോ ലോഡ് കിടക്കിട്ട് കണ്ണെടുത്തിട്ട് ഞാൻ ആ കാര്യം വെച്ച് മറന്ന്. ടോപ്പിന്ററിനെ ആണെങ്കിൽ വിളിച്ചിട്ട് കോൾ കൊടുക്കുന്നില്ല. ഈ സമയത്ത് ഫ്രാൻസിസ് പറയുന്നുണ്ട് വെൽക്കം. അതെ മെലിക്കോ, എന്താ മോനെ വിശേഷം? ദേ നിനക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. എന്താ മോനെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട ഇവിടെ വേണമെങ്കിൽ തടീന് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ ചാടി ഇറങ്ങുന്നുണ്ട്. അവളെ ചാടി ഇറങ്ങുന്ന ആ ഒറ്റ ഇറക്കത്തിൽ തന്നെ ഭൂമി മൊത്തം വിറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ മൊത്തം ഒരു സാധനങ്ങളെല്ലാം ഞാൻ തെറിച്ചു പോയി. ഈ സമയം ഡെഡ്പൂൾ പറയുന്നുണ്ട് എടി കുട്ടി തേമക്കെ നീ പോയിട്ട് ഇവിടെ കണക്ക് നിർത്തോ, നിനക്ക് വേണ്ടിയിട്ടാണ് അവളെ വെച്ചോണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ കൊളസസ് നേരെ വന്നിട്ട് സ്ത്രീകളെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഒറ്റ ഇടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നേരെ ഒരു 7 കിലോമീറ്റർ ദൂരെ തെറിച്ചു വന്ന് വീഴുന്നുണ്ട്. ഈ സമയത്ത് മെഗാസോണിക്കിന്റെ മുഖം കാണണം. അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം അവളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കൊളസസ് ആണ് അവളുടെ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ അവളുടെ മൊത്തം ദേഷ്യവും ഫയർ ആക്കി വരുന്നുണ്ട്. ആ ഒരു ഫയർ ആണ് ഇവളുടെ സൂപ്പർ പവർ. അത് വന്ന് അവളുടെ ദേഹത്ത് തട്ടുമ്പോഴത്തേക്കും അവളാണ് തെറിച്ച് ഒരുപാട് ദൂരം വന്ന് വീഴുന്നുണ്ട്. പക്ഷെ അത്രയും പവർ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെഗാസോണിക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണിതയാകുന്നുണ്ട്. അവൾക്ക് അടുത്തോട് റെസ്റ്റ് എടുത്ത് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ സമയത്ത് അവരാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഡെഡ്പൂൾ ആണെങ്കിൽ മെഗാസോണിക്ക് രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ തടിയാണെങ്കിൽ ഒരു വലിയ ടയർ എടുത്തിട്ട് അവന്മാരെ ഒറ്റ എറിയുന്നുണ്ട്. ആ സമയത്ത് മറ്റവൾ വന്നിട്ട് ആ തടീനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ പവറിന് മുന്നിൽ തടീനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അവനെ തള്ളി 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 അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു ഗ്യാരേജ് കൊണ്ട് നിർത്തിയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. എന്നിട്ട് തടീന്റെ മോതിക്ക് നോക്കി ഇടി കൊടുക്കുന്നതിന് തടിയെ മാറി കൊടുക്കും. എന്നിട്ട് തടിയും ചാടി ഇരുന്നിട്ട് പെണ്ണാന്ന് പറഞ്ഞ ഇത്ര ക്ഷമിച്ചത് എന്ന് പറഞ്ഞ് ഒറ്റ ഇടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവളാണെങ്കിൽ ആ കൈ പിടിച്ച് തിരിച്ചോടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഡെഡ്പൂളിന് തമാശ മോളെ എന്ന് കണ്ണടച്ചെന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂൾ ആണെങ്കിൽ ഒരു ഷഡ്ഡിയാണെങ്കിൽ പുറത്തേക്ക് ഊരി എടുക്കുകയാണ്. അതൊരു വെള്ള ഷഡ്ഡിയാണ്. അത് വെച്ചിട്ട് അവൻ പൊക്കി കാണിച്ചിട്ട് സമാധാനം നിങ്ങൾ പറയുകയാണ്. എന്നാൽ അതിലോട്ട് നോക്കിയിട്ട് അവന്മാർ വീണ്ടും വെടിവെക്കുകയാണ്. ഓ ഇവന്മാർക്ക് സമാധാനത്തെ ഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂൾ ആണെങ്കിൽ അവന്റെ പതിവ് ശൈലിയിൽ ചാടി ഇറങ്ങി വന്നിട്ട് അവന്മാരെ എല്ലാം എടുത്തിട്ട് കീച്ചുവാണ്. അങ്ങനെ കൈ കിട്ടുന്ന ഓരോരുത്തമാരായിട്ട് വെട്ടി വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ വാളിന് നല്ല മൂർച്ചയുണ്ട്, നല്ല ബലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ വെട്ടി നേരെ കൈയും കാലും ഒക്കെ തെറിച്ചു പോകുന്നുണ്ട്. ഇതേ സമയം കൊളസസിനെ കളിക്കുന്നുണ്ട്. കൊളസസ് ആ പെണ്ണ് തമ്മിൽ ഭയങ്കര വലിയ ഫൈറ്റ് കിടക്കുകയാണ്. അവളാണെങ്കിൽ കൊളസസിന് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. എന്നാൽ കൊളസസ് ആണെങ്കിൽ തിരിച്ച് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂളിനെ കാണിക്കുകയാണ്. ഡെഡ്പൂൾ ആണെങ്കിൽ അവിടെ ഉള്ളമാരെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറി പോകണം. ആ സമയത്ത് മെഗാസോണിക് ആണെങ്കിൽ അവളുടെ ഫുൾ പവർ എടുക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ഒരു സ്ട്രക്ചർ നിന്നിട്ട് അങ്ങനെ നമ്മൾ ഡെഡ്പൂൾ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡെഡ്പൂൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് കിടക്കുകയാണ്. കൊളസസ് ആണെങ്കിൽ അവന്റെ സർവ്വ കലിയും അവളോട് തീർക്കുകയാണ്. അവളെ വലിച്ചടിച്ചോട്ട് പോയിട്ട് എടുത്ത് ദൂരെ കയറുകയാണ്. പിന്നീടാണെങ്കിൽ അവളുടെ അനക്കൊന്നും കാണുന്നില്ല. പിന്നീട് വെച്ചാൽ നോക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഇങ്ങനെ പഞ്ചറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് കൊളസസ് പറയുകയാണ് നിന്റെ ഡ്രസ്സൊക്കെ മാറി കിടക്കുകയാണ്, അത് നേരെ ഇടുന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ നല്ലവനെന്ന് പറഞ്ഞിട്ട് കൊളസസിന്റെ സെന്റർ ബോൾട്ട് ഇട്ട് അവൾ ഒറ്റ ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൊളസസ് ആണെങ്കിൽ ഫ്ലാറ്റ് ആയി. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ ഫ്രാൻസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രാൻസിസ് പറയുകയാണ് ഐ ആം റിയലി ഇംപ്രസിംഗ് മോനെ, എനിക്കറിയാം നീ ഇവിടെ വരുമെന്ന് ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നീ വന്നത് എന്തായാലും കാര്യമായി. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നെ പോലെ ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്സിജൻ കിട്ടാതെ പെടഞ്ഞ് അവൾ നിന്നെ പോലെ വീർന്നമായി മാറും. അങ്ങനെ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ വിട്ടിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രാൻസിന്റെ കയ്യിലാണെങ്കിൽ 2 വലിയ മഴ ഇരിപ്പുണ്ട്. അങ്ങനെ വാടാന്ന് പറഞ്ഞിട്ട് അവനെ വെട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. നിനക്കിനി ബാക്കി ചേരാൻ വേണ്ടിയിട്ട് ഒരു പീസ് പോലും നിന്റെ ശരീരത്തിൽ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനെ നേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഡെഡ്പൂൾ അവന്റെ വാല ഒരു പോഷൻ എടുത്തിട്ട് നേരെ ആ ട്യൂബിലേക്ക് എറിയുന്നുണ്ട്. ആ ഒരു ട്യൂബ് മുറിഞ്ഞു പോവുകയാണ്. തൽക്കാലത്തേക്ക് ഇവർക്ക് ശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ഇപ്പോൾ ഭയങ്കര ഫൈറ്റ് നടക്കുന്നുണ്ട്. ഡെഡ്പൂളിനെ ആണെങ്കിൽ ഫ്രാൻസിസ് നല്ല രീതിയിൽ മുറി ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഡെഡ്പൂളിന് എത്ര മുറി വരികയാലും അവനൊന്നും തന്നെ പറ്റുന്നതല്ല. ഈ സമയത്ത് ഫ്രാൻസിസ് ആണെങ്കിൽ ഡെഡ്പൂളിനെ കരുത്ത് നോക്കി വെട്ടാൻ പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒഴിഞ്ഞു മാറി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കൊളസസിന്റെ കരുത്താണെങ്കിൽ ഇവള് വലിച്ചു മുറുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊളസസിനാണെങ്കിൽ അവളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ സമയത്ത് ഡെഡ്പൂളിനാണെങ്കിൽ ഫ്രാൻസിന്റെ കയ്യിൽ നല്ലൊരു കിട്ടുന്നുണ്ട്. ആ സമയത്ത് വെനസ് അവിടെ നിന്ന് ഓടി വന്നിട്ട് ഒരു വാൾ എടുത്തിട്ട് ഫ്രാൻസിന്റെ വയറ്റിലേക്ക് കുത്തി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ ഫ്രാൻസിസ് ആണെങ്കിൽ താഴെ വീഴുന്നു. അപ്പോൾ നോക്കുമ്പോഴാകട്ടെ ഡെഡ്പൂളിന്റെ തലയിലേക്ക് ഒരു വാൾ ഇങ്ങനെ കുത്തിയിറക്കി വെച്ചേക്കാണ്. ഇത് കാണുമ്പോൾ അവൾ ഭയങ്കര ടയർഡായി അവൾ തല ഇറങ്ങി വീഴുകയാണ്. അവൻ ഇത്ര ഫൈറ്റ് ചെയ്താണ്, ഇവിടെ ഇത്ര ഫൈറ്റ് കിടക്കുകയാണ് എന്നുള്ള ബോധമൊന്നും രണ്ടുപേർക്കും ഇല്ല. വാലന്റൈൻസ് ഡേയിൽ നിന്ന് കപ്പിൾസ് കാണാൻ വന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഡെഡ്പൂളിന്റെ പകരം ലവിന്റെ സിമ്പിളും ഒരു ഫ്ലൈയിങ് കേസും ഉണ്ട്. ഇതേ സമയം ഫ്രാൻസിസ് എന്നിട്ട് വന്നിട്ട് വെനസിനെ തൂക്കെടുത്ത് എറിയുന്നുണ്ട്. അവളാണെങ്കിൽ ദൂരിട്ട് പോയി വീഴുന്നുണ്ട്. ഇത് കാണാൻ ഡെഡ്പൂളിന് ഭയങ്കരമായിട്ട് കളി വരുന്നുണ്ട്. നിന്റെ കണക്ക് ഞാൻ ഇപ്പൊ തീർക്കുന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് അവൻ തല കുത്തി വെച്ചിരുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ അതിങ്ങനെ വലിച്ചൂരി എടുക്കുകയാണ്. ഇതേ സമയം കൊളസസിന്റെ കരുത്താണെങ്കിൽ ഇവൾ ഒടിക്കാറായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മെഗാസോണിക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ദേഷ്യം വന്ന മെഗാസോണിക്കിനാണെങ്കിൽ ഭയങ്കര ഒരു പവർ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒരു ഭൂകമ്പം പോലെ ഭയങ്കര വലിയ സുനാമി തിരമാല പോലെ തന്നെ ഒരു വലിയ ഫയർ വാൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു ഫയർ വാൾ അവിടെ ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് ഒരു 1000 ബോംബ് അവിടെ കിടന്ന് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതിന്റെ അത്രയും ആഘാതമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സ്ഥലം ഭയങ്കര ഒരു ഭൂകമ്പം തന്നെ വിട്ട് ഇങ്ങനെ കിടന്ന് കിടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നഷ്ടമായിട്ട് അവർ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതിങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ആ സാധനങ്ങളെല്ലാം തന്നെ തെറിച്ചു പോകുന്ന സമയത്ത് വെനീസ് ആണെങ്കിൽ അവിടെ നിന്ന് നീങ്ങി പോകുന്നുണ്ട്. ഇതേസമയം ഡെഡ്പൂൾ അവളെ ചാടിപ്പോയി പിടിച്ചിട്ട് നേരത്തെ അവളെ കിടത്തിയ ആ ഒരു ഓക്സിജന്റെ ട്യൂബ് ഉണ്ടല്ലോ അതിലേക്ക് കയറ്റി കിടത്തുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു ട്യൂബിനെ ഇപ്പൊ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നീ പേടിക്കണം, നിന്നെ എങ്ങനെയാലും ഞാൻ സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്യുമെന്ന് പറയുകയാണ്. പക്ഷെ പറ്റാവുന്നതിന്റെ മാക്സിമം ലിമിറ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഓരോ സാധനങ്ങൾ വന്നിട്ട് അതിന്റെ മുകളിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ലപോലെ പേടി വരുന്നുണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും മരണത്തിന് വിട്ടു കൊടുക്കരുതെന്ന് അവൻ പറയുകയാണ്. എങ്കിലും ഒരു പരിധിവരെ മാത്രമേ ഡെഡ്പൂളിന് പിടിച്ചിരിക്കാൻ പറ്റുന്നുള്ളൂ. മണ്ടേന്ന് ഒരു കണ്ടെയ്നർ തട്ടുമ്പോഴത്തേക്കും ഡെഡ്പൂൾ അവളോട് നേരെ താഴേക്ക് പോയി വീഴുന്നുണ്ട്. അങ്ങനെ വീഴുന്ന സമയത്ത് ആ സ്ഥലം മുഴുവനായിട്ട് ഇടിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ എന്റെ മണ്ടയിലും ആ സാധനമാണെങ്കിൽ എന്റെ അടിയിലും ആയി പോകുന്നു. ഈ സമയത്ത് കൊളസ് തോടി വന്ന് നോക്കുമ്പോഴത്തേക്കും വെനേസ ആണെങ്കിൽ അവളെ വീണ് എടുപ്പുണ്ടായിരുന്നു. അവൾ ആ സിലിണ്ടറിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. ഇതേ സമയം അവൾ വേഡ് എവിടെ പോയി, വേഡ് എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ഇവിടെ എവിടെയും കാണുമെന്ന് പറയുകയാണ്. ഞാൻ എന്നെ അവനെ വിളിച്ചു നോക്കട്ടെ, വേഡ് നീ എവിടെയാ? ഈ സമയം വേഡാണെങ്കിൽ ഫ്രാൻസിനെ ഇടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിന്റെ മൂക്കൊക്കെ ഇടിച്ചു പൊട്ടിച്ചപ്പോഴത്തേക്കും ഫ്രാൻസ് ചോദിക്കുകയാണ്, വേഡ് നീ മട്ടനാണോ, മട്ടനായിട്ട് അഭിനയിക്കുകയാണോ, എനിക്ക് വേദന എന്നൊന്നും അറിയാൻ കഴിയില്ല, പിന്നെ തന്നെ നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു രസം എന്ന് പറയുകയാണ്.
മോനെ നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം, മര്യാദയ്ക്ക് എന്റെ മുഖം പഴയ പോലെ ആക്ക്, അല്ലെങ്കിൽ ഞാൻ കൊന്നു കളയും. നീ ഇത്രയും മണ്ടനാണോ? നിന്റെ മുഖം നിനക്ക് പഴയ പോലെ ആക്കാൻ കഴിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാടാ. ഈ സമയത്ത് ഡെഡ്പൂൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്ത് കാണിക്കണാടാ ഞാൻ ഇത്ര നേരം നിന്നെ ജീവനോട് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു റിവോൾവർ എടുത്ത് അതിന് നെറ്റിലോട്ട് വെക്കുമ്പോഴത്തേക്കും കൊളസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, മോനെ ഏതൊരു ഹീറോയ്ക്കും ഒരു ഹീറോ ആവാൻ സമയമുണ്ട്. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുമ്പോൾ, നാടിന് വേണ്ടി നന്മ ചെയ്യാൻ കഴിയുമ്പോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡെഡ്പൂൾ ആണെങ്കിൽ ഒറ്റ ഷൂട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡയലോഗ് അടിക്കുന്നത് അടിയാ, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് നിന്റെ അക്കാഡമി ചേരാന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് വന്ന് നിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ പറയുന്നു. ഇതേ സമയം ഡെഡ്പൂളിന് വെനസ് വന്ന് ഇടിക്കുകയാണ്. എടാ നീ എവിടെയായിരുന്നു ഇത്ര നാള്? നീ ചത്തെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ നീ ഇന്നലെ തിരിച്ചു വന്നത്. നീ എന്നെ കളഞ്ഞിട്ട് പോയല്ലേ? അതിന്റെ പൊന്നു കരളെ, എന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല. എന്റെ അവസ്ഥ എങ്ങനെ ആയിപ്പോയി? നിന്നെ വന്ന് കാണണമെന്ന് വിചാരിച്ചായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. എന്റെ മുഖം വളരെ വൃത്തികേടാ. കണ്ണാടി എന്റെ മുഖം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. വേഡ്, എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ഒരു പ്രൊസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എന്നെ വരെ നീ സ്നേഹിച്ചു. സ്വന്തം ജീവനിൽ ഞാൻ സ്നേഹിച്ചു. സ്വന്തം പ്രാണസഖിയാക്കി മാറ്റി. അങ്ങനെ അവന്റെ മുഖം ഒരു നോക്കുമ്പോഴത്തേക്കും അവന്റെ മുഖത്ത് അവൻ മറ്റൊരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ സുന്ദരമായിട്ടുള്ള മുഖത്തിന് മാസ്ക്. അങ്ങനെ അത് അവൾ ഒരു മാറ്റുന്നുണ്ട്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ ഞാൻ പേടിക്കില്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന്റെ മുഖം കാണുമ്പോൾ അവൾ അങ്ങനെ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ വേടിന് തല കുനിഞ്ഞു പോകുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ റിലാക്സ് ആവുന്നുണ്ട്. വേഡ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ ഞാൻ യാഥാർത്ഥ്യത്തോട് സ്നേഹിക്കുന്നുണ്ട്. നിന്റെ രൂപവും ഭംഗിയൊന്നുമല്ല, നിന്റെ ക്യാരക്ടറും നീ എനിക്ക് തന്ന കെയറുമാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. എന്റെ ജീവിതത്തിൽ എന്റെ അച്ഛൻ, എന്റെ അമ്മ എന്നിൽ നിന്നും ഒരുപാട് ടോർച്ച് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് നിന്റെ അടുത്ത് നിന്നാണ്. നീയാണ് എന്റെ എല്ലാം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടുപിടിച്ച് കിസ് ചെയ്യാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ വീഡിയോകളൊക്കെ ആയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.